ഹായ് സ്റ്റുഡൻസ്, ഡ്രീംസ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഫിസിക്കലിന്റെ ഡേറ്റ് നവംബർ 2-ാം തീയതിയോടുകൂടി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെയാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഈവൻ്റാണ് മെഷർമെന്റ്. അപ്പോൾ തിരുവനന്തപുരം എയറുടെയും കാലിക്കട്ട് എയറുടെയും കുട്ടികളെല്ലാം നല്ല രീതിയിൽ ഫിസിക്കൽ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഏറ്റവും എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിക്ക കുട്ടികൾക്കും ചെസ്റ്റ് എക്സ്പാൻഷന് വന്നിട്ട് ഡൗട്ട് ഉണ്ട്. അവർ മിക്കവരൊക്കെ കമന്റ് സെഷനിലൊക്കെ ഇടാറുണ്ട്, സാറേ എങ്ങനെയാണ് ചെസ്റ്റ് എക്സ്പാൻഷൻ ചെയ്യുന്നത്? മിനിമം നിങ്ങൾക്ക് 77 നിങ്ങൾക്ക് 100% ചെസ്റ്റ് ഉണ്ടായിരിക്കണം, 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് രീതിയിലാണ് ചെസ്റ്റ് എക്സ്പാൻഷൻ എന്ന് നമുക്ക് നോക്കാം. അതേപോലെ റണ്ണിങ് കഴിഞ്ഞതിന് ശേഷം മെഷർമെന്റിലേക്കാണ് പോകുന്നത്. മെഷർമെന്റിലേക്ക് നിങ്ങൾ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് ഈ രീതിയിലാണ് നിങ്ങൾക്ക് മെഷർമെന്റ് ചെയ്യുന്നത്. ഏത് രീതിയിലാണ് നമ്മൾ മെഷർമെന്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ബോഡി ഡൗൺ, റിലാക്സ്. ഓക്കെ, ഗുഡ്. നല്ല രീതിയിൽ ചെസ്റ്റ് എക്സ്പാൻഷൻ ചെയ്യണം. ഓക്കെ, നോർമൽ എത്ര വേണം നിങ്ങൾക്ക്? 77. ഓക്കെ, എക്സ്പാൻഷന് എത്ര? 5 സെന്റിമീറ്റർ 100% എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൈ നല്ല പൊക്കിയേ. ഓക്കെ, ഗുഡ്. കൈ താത്തിടും. ഓക്കെ, 77 അപ്പ്, 83 ഡൗൺ. എഗൈൻ ഒന്നുകൂടെ ഡൗൺ, റിലാക്സ് റിലാക്സ്. 77. ഓക്കെ, 83. വെരി ഗുഡ്. കുറച്ചും കൂടെ ചെസ്റ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിങ്സ് വേണ്ട, നിങ്ങൾക്ക് ചെസ്റ്റ് നോർമൽ നിന്നതിന് ശേഷം ചെസ്റ്റ് അപ്പ് ചെയ്യുക നല്ല രീതിയിൽ. ഓക്കെ, വെരി ഗുഡ്. ഒന്നുകൂടെ നോർമൽ ഡൗൺ, നോർമൽ നിൽക്കി. വെയിറ്റ്. ഓക്കെ, ഡൗൺ. 78 അപ്പ്. ഓക്കെ, വെരി ഗുഡ്. 84. അപ്പൊ ഈ രീതിയിലാണ് ചെസ്റ്റ് എക്സ്പാൻഷൻ ചെയ്യാനുള്ളത്. ഒന്നുകൂടെ അഗൈൻ നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് ഒന്നുകൂടെ റെഡി, ഡൗൺ, റെഡി, അപ്പ്. ഓക്കെ, വെരി ഗുഡ്. കുറച്ചുകൂടെ. ഓക്കെ, ഫേസ്. ഈ രീതിയിലാണ് നിങ്ങൾ ചെസ്റ്റ് എക്സ്പാൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ, പ്രത്യേകം വെറുതെ നിൽക്കുന്ന സമയങ്ങളിൽ വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ രീതിയിൽ നോർമൽ നിന്നതിന് ശേഷം ചെസ്റ്റ് എക്സ്പാൻഷൻ ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് ഇതേപോലെ ഒരു ടേപ്പ് ക്യാരി ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്ത് നിങ്ങൾക്ക് ചെസ്റ്റ് എക്സ്പാൻഷൻ വരത്താണ്. അതേപോലെ എനിക്ക് പറയാനുള്ളത്, ചെസ്റ്റ് അളവ് 77 താഴെയുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് ഒള്ളി ഡംബൽസോ അല്ലെങ്കിൽ ബാറോ എടുത്തത് കൊണ്ട് ചെസ്റ്റിനുള്ള വർക്കൗട്ടുകളും അതേപോലെ ചെറിയ രീതിയിൽ വിങ്സിനുള്ള വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കിട്ടും. ഒള്ളി ഫോർ 2 ആഴ്ചയോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 1 സെന്റിമീറ്ററിന് മേളിൽ വേരിയേഷൻ ചെയ്യാതാണ്. ഏതെങ്കിലും ഒരു നല്ലൊരു ജിം ട്രെയിനറിന്റെ അടുത്ത് പോയിട്ട് ഒള്ളി ചെസ്റ്റ് അതേപോലെ തന്നെ വിങ്സ് മാത്രം ചെയ്യുക. ലോവർ ബോഡിക്ക് ചെയ്യരുത്. ലോവർ ബോഡിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാലിൽ ടൈറ്റ് ആവും, റണ്ണിങ് ഓപ്പൺ ആവത്തില്ല. ഓക്കെ സ്റ്റുഡൻസ്, ജയ് ഹിന്ദ്.